ആദ്യം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വഴക്കും സിബ്ലിങ്സിന്റെ ഇടയിലൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മാറ്റി നിർത്തിയാലും കെവിന്റെ ഒരു ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കെവിന് തോന്നിയിരിക്കുന്നത് എന്താ? അവന്റെ ഒരു സാധനം ഉണ്ട്, പക്ഷെ കുറച്ചു നേരം ആലോചിക്കുന്ന പോലെ കാണിക്കുക, ഇല്ലെങ്കിൽ ഇവന് ഭയങ്കര വലിയ കഴിവുള്ള പോലെ തോന്നും. അവൻ പറഞ്ഞ മറ്റേ ഒബ്സർവേഷൻ തന്നെ. പെട്ടെന്നല്ല അവൻ കാര്യമില്ല, നിന്നെ പറ്റിയാ പറയുന്നത്, ഒബ്സർവ് ചെയ്യും നന്നായിട്ട്. അതാണ് ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഒബ്സർവേഷൻ അല്ലാണ്ട് ഒരു ക്വാളിറ്റി ചോദിച്ചാ ഒരു വ്യക്തി എന്ന നിലയില് വ്യക്തി എന്ന നിലയില് ഭയങ്കര ആവശ്യമില്ലാതെ കണ്ടമാനം നിഷ്കളങ്കത എടുത്തിടും. നിഷ്കളങ്കതയാണ്. ഓക്കെ ഓക്കെ. ഭയങ്കര എന്താ പറയാ, പറ്റിക്കാനൊക്കെ എളുപ്പമാണോ കെവിനെ? കെവിനെ പറ്റിക്കാനോ? അവന് നമ്മളെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ. ഓക്കെ, പോസിറ്റീവിന്റെ ഒപ്പം തന്നെ സൈഡിൽ കൂടെ നെഗറ്റീവ്. ഓക്കെ, ഭയങ്കര നിഷ്കളങ്ക ആണ് കെവിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് എവിൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെവിനോട് ചോദിക്കുകയാണെങ്കിൽ എവിന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണ്? കുറച്ചു നേരം ഒന്ന് ആലോചിക്കട്ടെ. പറയണേ. ഓക്കെ, സീരിയസ് ആയിട്ട് ആലോചിക്കട്ടെ. ഒന്നും ഇല്ലല്ലോ. അതായത് എന്നെക്കാളും കുറച്ചുകൂടെ ധൈര്യമല്ല, ഇച്ചിരി മുന്നോട്ട് ഒരു ഇച്ചിരി ആക്റ്റീവായി നിൽക്കുന്ന ഇവനാ. എന്തേലും പറയണ്ടോ? ഇല്ലേ, അല്ലല്ല, ഉള്ളതാ പറഞ്ഞ. കുറച്ച് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് എവിനാണ്. ഓക്കെ, വേറൊരു ക്വാളിറ്റി ചോദിച്ചാ? ഇപ്പൊ 2 ക്വാളിറ്റി കെവിന്റെ എവിൻ പറഞ്ഞല്ലോ. ഒബ്സർവേഷനും പറഞ്ഞു, നിഷ്കളങ്കതയും പറഞ്ഞു. ചെറിയ മനസ്സാ, പെട്ടെന്ന് കരയോ? ആണോ? ഞാൻ പക്ഷെ അത് കെവിൻ കരയൂന്ന വിചാരിച്ചേ. കട്ടി മനസ്സാ, ഞാൻ പെട്ടെന്ന് കരയത്തില്ല. അങ്ങനൊക്കെ പറയാറാ. നിഷ്കളങ്കത ഇവനെ കുറിച്ച് തന്നെയല്ലേ കുറച്ച് മുന്നേ. ഈ ഓന്തിന്റെ ഇതന്നെ ഓരോന്ന് പലപ്പോഴവിടെ നിൽക്കുന്നത് എന്തൊക്കെയായി പറഞ്ഞു. കെവിൻ ഭയങ്കര നിഷ്കളങ്കത, പക്ഷെ ഭയങ്കര കട്ടി മനസ്സാ. പെട്ടെന്ന് വിഷമം വരും, കരയാപ്പ. ഇല്ല, കേക്കും ചോറും കൂടെ ഇട്ട് കഴിക്കുന്നു പറയുന്നത് കൂട്ടിക്കുഴച്ചൊക്കെ പറയുന്നത്. കരയും, പണ്ടൊക്കെ എപ്പോഴും കരയും. ഇല്ലെങ്കിൽ ഇപ്പൊ കരയാറില്ല, വിഷമോ ഭയങ്കര. എന്തേലും ചെറിയ ഇത് വിഷമം സമ്മതിച്ചു. നിനക്ക് കട്ടി മനസ്സാന്ന് പറഞ്ഞതിന് കാരണം തന്നെ നിന്നെക്കാളും കുറച്ചുകൂടെ കട്ടി മനസ്സ് എനിക്ക്. ഡൗൺ ആവില്ലാന്നായിരിക്കും ഉദ്ദേശിച്ചത്, അതിനാണ് കട്ടി മനസ്സ്. അല്ല, പുറത്ത് കാണിക്കത്തില്ല, പക്ഷെ ആ ഒരു ദിവസം ഫുള്ള് എന്തേലും ഒരു പ്രശ്നം നടന്നാൽ അതെന്റെ മനസ്സിൽ കിടക്കും. പെട്ടെന്ന് ആ പ്രശ്നം പോവാൻ കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കത്തില്ല, നാണക്കേട് കാരണം. നാണക്കേട് കാരണം പുറത്ത് കാണിക്കത്തില്ലേ. ഓക്കേ, ഈ എന്താ ഈ അടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഫൈറ്റ് ഒക്കെ നടക്കുമ്പോ അടി എന്ന് വാക്ക് കേൾക്കുമ്പോ നിങ്ങൾ രണ്ടുപേരിൽ ആരായിരിക്കും ഏറ്റവും ആദ്യം സ്കൂട്ട് ആവുന്നത്? എവിടെയും അടി നടന്ന അല്ലെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഫൈറ്റോ അടി കിട്ടുന്ന, അല്ലെങ്കിൽ സ്കൂളിലായാലും അടി വരുന്നത്, അല്ലെങ്കിൽ ഒരു അടി കൂടാന്ന് ആദ്യം സ്കൂട്ടായി കളയും ആ സിറ്റുവേഷനിൽ നിന്ന്, അത് ആരായിരിക്കും നിങ്ങൾ രണ്ടുപേരിൽ വെച്ച് നോക്കുമ്പോ? രണ്ടുപേരും പേടിത്തണ്ടന്മാരാ. എന്നാ അവന് സംഭവിച്ചു, ടേവിന് സംഭവിച്ചു. നടക്കുന്നിടത്തൊന്നും നിക്കത്തില്ല, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ. രണ്ടുപേരും സൈസ് ഇല്ല, എടുത്തിട്ട് അലക്കും. നിങ്ങള് അങ്ങനെ അലക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോ തന്നെ അങ്ങനെ ഒരു അടി പോലും തരാൻ തോന്നുന്നില്ല. അങ്ങോട്ട് ചൊറിയാനല്ലേ ഇടിക്കും. അതെ, അന്നേരം ചിലവർക്ക് ഇങ്ങനെ ദൂരേന്ന് കാണുമ്പോ തന്നെ അവിടെ പോവണ്ട, നിന്ന് കഴിഞ്ഞാല് പ്രശ്നമാക്കി നിങ്ങളും ഇനി ആ കൂട്ടത്തിൽ ഉണ്ടെന്ന്. അതെ അതെ. അല്ല, ദൂരേന്ന് കാണുമ്പോ അവിടെ അടി നടക്കുന്നുണ്ട്, പോവാന്ന്. നിങ്ങൾ രണ്ടുപേരും ഒരേ ആ കാര്യത്തിലൊക്കെ ഒരേപോലെ തന്നെയാ അല്ലെ? ആ കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ ഏതൊക്കെ സിമിലർ ആയിട്ടുള്ള നിങ്ങളുടെ രണ്ടുപേരും ക്വാളിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ചില കാര്യങ്ങളൊക്കെ ഒരേപോലെ. ചില കാര്യങ്ങളൊക്കെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ എങ്ങനെയാ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ, അതോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ തീരുമാനങ്ങളൊക്കെ? തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഒരേപോലെ ഉണ്ട്, ഒരേപോലെ എന്താണ്ടൊക്കെ ഉണ്ട്. എന്താണ്ട് മൈൻഡ് ഏകദേശം ഒരേപോലെ. എന്തേലും ഒരു സംഭവം അത് കൊച്ചുനാള് തൊട്ടേ, ഇതിപ്പോ ഇവന് പകരം ചേച്ചിയുടെ കൂടാണ് ഞാൻ കൊച്ചുനാള് തൊട്ടേ വളർന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് ഇവനും അറിയാം, ഇവൻ ചിന്തിക്കുന്ന എന്താന്ന് എനിക്കും അറിയാം. ചില സമയം ഒരുമിച്ചായിരിക്കും വായിക്കോട്ടെ വിടുന്നത്.
അതെല്ലാരും അങ്ങനെ പോകും. അല്ല ചെല്ലല്ല ഇല്ല ഒരാള് വിടുന്ന പിന്നെ ഇവന് പനി വന്ന എന്താണെങ്കിലും എനിക്ക് വരും. അത് എന്താന്നറിയത്തില്ല, എനിക്ക് പനി വന്നാൽ ഇവനും വരും. അങ്ങനെ അടുത്ത് നിന്നില്ലേലും വരും. ദൂരെ ആണെങ്കിലും പനിന്ന് ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി ഉടനെ ഇവനും പുറകിന് വരും. അതെന്താ അതിന്റെ ഒരു ഗുട്ടൻസ് എന്താ? അപ്പോഴായിരിക്കും ആലോചിക്കുന്നത് ശരിയാ മൂത്രം ഒഴിച്ചില്ലല്ലോ. അതുവരെ വെറുതെ വിട്ടേക്കുവാ, നിസ്സാരമായിട്ട് മൂത്രം ഒഴിക്കുന്നത് അല്ല. ഞാൻ പറഞ്ഞത് ഇവൻ ജീവിതം അങ്ങനെ എന്തോ പറയാൻ വന്നു. ഇതിൽ ആരാ ഒരു 8 മിനിറ്റ് മുമ്പ് മൂത്തത് ആരാ? മൂത്തതാണ്. ഓക്കേ. അതിന്റെ വിലയില്ല. മൂത്തന്റെ വില എന്താ കൊടുക്കാത്ത? ശരി ചേട്ടാന്ന് ചേട്ടാ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ല. ഈ ചേച്ചിമാരുടെ കുട്ടികൾ നിങ്ങൾ എന്താ അച്ചാച്ചന്മാരെന്നാണോ? എടാ പോടാ. അതായിരിക്കൂല്ലേ രസം. നിങ്ങൾ കൂടുതലും വിളിക്കുന്നത്. അച്ചു അപ്പു. ദേശീയ കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കും. എന്തേലും ആവശ്യം സാധിക്കാനുണ്ടെങ്കിൽ അമ്മാച്ചന്മാരെന്ന് വിളിക്കും. അമ്മാച്ചന്മാരെന്ന്. ഓക്കേ. എടാ ഈ വാടാന്ന് പറയാ അങ്ങനെ വിളിക്കും. അമ്മാച്ചന്മാര് മറ്റേ കോട്ടയം സൈഡിലല്ലേ? ഓക്കെ. ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും കുറച്ചധികം ഏജ് ഡിഫറൻസ് ഉള്ളവരാണ്. ഇതാ ഒരുമിച്ചൊക്കെ പറഞ്ഞു. അതെ, നല്ല പ്രായമുണ്ട്. അതെ, അവരും കെട്ടി അവർക്കും കുട്ടികളുണ്ട്. അപ്പം ചേച്ചിമാരെ നിങ്ങൾ ഒരു അമ്മയ്ക്ക് തുല്യ ഒരു ചേച്ചി അമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെ കുഞ്ഞുനാൾ തൊട്ട് നിങ്ങളുടെ മേജർ ഡിസിഷനിൽ പപ്പയുടെ മമ്മിയുടെ ഒപ്പം തന്നെ ചേച്ചിമാരും പളിയന്മാരൊക്കെ ഉണ്ട്. അപ്പം ചേച്ചിമാരായിട്ടുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി ഒക്കെ എങ്ങനെയാ? ചേച്ചിമാരിയായിട്ടായിരുന്നു ഞങ്ങൾ കൊച്ചിലെ തൊട്ട് കൂടുതൽ ഇതും അവരുടെ കൂടെ ആയിരുന്നു പണ്ട് തൊട്ടേ ഞങ്ങൾ കിടക്കുന്നത്. ഇവനായിരുന്നു കൂടുതൽ കൊഞ്ചേരി. ചേച്ചി 2 ചേച്ചിമാർക്ക് ഇവന് ഇച്ചിരിയേ ഉള്ളായിരുന്നു എന്നെക്കാളും. ചെവിയൊക്കെ ഇങ്ങനെ ഒട്ടി. നീ എങ്ങനെ അതെല്ലാം കണ്ട്? അവര് പറഞ്ഞു ഇവന്റെ ഒരു ക്വാളിറ്റി അല്ല, വൃത്തിയിട്ട ക്വാളിറ്റി ഇതാ. വേറെ ആരെങ്കിലും എന്തേലും പറയും, അത് ഇവൻ കണ്ടുപിടിച്ചാന്നുള്ള രീതിയിൽ ഇവൻ എല്ലായിടത്തും പറയും. ഇപ്പൊ കണ്ടോലെ തന്നെ ഇവൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കഴിഞ്ഞു. അത് വേറെ എല്ലാം പറഞ്ഞില്ല, കംപ്ലീറ്റ് ആകത്തില്ല. കണ്ട പോലെ പറയല. അത് ഓക്കെ. പക്ഷെ അത് കേട്ടിരിക്കാനും പറ്റൂട്ടോ. ഞാനൊക്കെ കേട്ടിരുന്ന കണ്ടില്ലേ? അത് ബമ്പർ ചിരിന്ന് എന്തോ ഒരു ക്ലോക്കിന്റെ എന്തോ ഒരു ഇത് കിട്ടി, ഗിഫ്റ്റിന്റെ ഒരു ജുവലറിയുടെ എന്തോ ഒരു ഇതിന്റെ ആയിട്ടാ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ ഏതോ ഒരാൾ പറഞ്ഞ ആ ക്ലോക്കില് ഗോൾഡിന്റെ ഇതാണ്, അതീ പുറകെ എഴുതി വെച്ചിട്ടുണ്ട് 1500 രൂപന്ന്. ഇവന് ഇത് എല്ലായിടത്തും നടന്ന് പറയാ. അതെന്നാലും പുള്ളി പറഞ്ഞെന്നുള്ള രീതിയും പറയത്തില്ല, ഇവൻ എല്ലായിടത്തും നടന്ന് പറയാ ഇതുണ്ട്. ഒരു ഉറപ്പില്ലാതെ ഇവൻ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ട് ഇതിനെ പറ്റി? ഉള്ള കാര്യമായോണ്ടേ ഞാനൊരു തമാശക്ക് അവിടെ പറഞ്ഞു. ഇവനെല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ പറയുന്നത് എന്താണെങ്കിലും നേരെ അമ്മയുടെ അടുത്ത് പറയും. അമ്മ എന്നിട്ട് അത് വെച്ച് എന്നെ കളിയാക്കും. ഓക്കെ. നമ്മൾ പറഞ്ഞു തരുന്നത് ചേച്ചിമാരെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചോണ്ടിരുന്ന കെവിനെ ആയിരുന്നു. 2 ചേച്ചിമാരും. അതെ അതെ അതെ. ചേച്ചിമാരുടെ സ്റ്റോറിയിൽ ഇവനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നെ കൊഞ്ചിക്കൊക്കെ ചെയ്യും. ഇവൻ അടുത്ത് ചെല്ലാറില്ല. അങ്ങനല്ല, കൊച്ചിലെ ഇവന് പറയാറുണ്ട് ഓടെ കിട്ടിയതാന്ന്. ഓടെ കിട്ടിയേ നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് അല്ലേ? അയ്യോ, അപ്പൊ ഞാനും ഓടെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. കൊച്ചിന് ഫ്ലോ കളയണ്ട. അതായത് ഇപ്പോഴും എന്തേലും വാങ്ങിക്കാനുണ്ടെ തന്നെ ഞങ്ങൾ ചേച്ചിമാരോടായിരിക്കും ചോദിക്കുന്നത്, ഏത് വാങ്ങിക്കണം, ഏത് വേണം, ഇതിൽ ഏതാണ് വേണ്ടത്. ഇച്ചിരി കൂടെ അടുപ്പം ചേച്ചിമാരോടാ. ചേച്ചിമാര് ഭയങ്കര